ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഇതുവരെ പോയിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. കണ്ണിക്കര ശ്രീ മഹാവിഷ്ണു നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക്. നല്ലൊരു പാടവും അതിൻ്റെ ഒത്ത നടക്ക് മനോഹരമായൊരു അമ്പലം. ഇതാണ് കേട്ടോ അത്ഭുതകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. അപ്പോൾ നമുക്ക് അവിടെ പോയി തൊഴുതു വന്നാലോ. ഇവിടെ ചെന്നപ്പോഴേ ഈ ബോർഡൊന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സൊന്ന് തണുത്തു. ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്ന എല്ലാ മതസ്ഥർക്കും തൊഴാൻ പറ്റുന്ന ഒരു അമ്പലമാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ പ്രത്യേകതയുണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, അത്ഭുതക്കുളങ്ങര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതക്കുളമുള്ള ഒരു കരയാണിത്. ഈ പുല്ല് പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ, 4 വശവും സിമൻറ്റ് കൊണ്ട് ഒരു വരമ്പ് പോലെ കെട്ടിയിട്ട് ഇതൊരു കുളമാണ് കേട്ടോ. അതായത് അവിടെയുള്ള ആളുകൾ പറയുന്നത് പണ്ടൊക്കെ ഇതിന് മുകളിലൂടെ ആൾക്കാർ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും നടക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. നമുക്ക് അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഉലയുന്ന പോലെ, വെള്ളം ഉലയുന്ന പോലെ നമുക്ക് തോന്നും എന്നാണ് പറയുന്നത്. ഞാൻ നടന്നൊന്നും നോക്കിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് മുൻപരിചയവുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി തൊഴുത് വരാം എന്ന് കരുതി പോയതാണ്. ഇങ്ങനെ ഒരു കുളം ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഭാരവാഹികളിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ആ 4 വശവും കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ സിമെൻറ്റ് വെച്ചിട്ട്, ആ ഭാഗത്ത് കെട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ചെറിയ കുഴി ഉണ്ടായിരിക്കും, അതൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ നടന്നു നോക്കിയിട്ടില്ല. വിശ്വാസികൾ പറയുന്നത് അങ്ങനെയാണ്. അതിൻ്റെ മുകളിലൂടെ അവർ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെയുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയൊരു കുളം അവർ കുഴിച്ചിട്ടുണ്ട്. അത് ഉത്സവ സമയത്ത് ആറാട്ടിന് വേണ്ടിയിട്ടുള്ള കുളമാണ്. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ച് പറയാം. ഈ അമ്പലം ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് കണ്ണിക്കര എന്ന ദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് പ്രൗഢഗംഭീരമായ ഒരു മഹാക്ഷേത്ര സമുച്ചയം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാലാന്തരത്തിൽ പ്രകൃതി വ്യതിയാനങ്ങളുടെ ഫലമായി ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായി. ശേഷിച്ച ക്ഷേത്ര അവശിഷ്ടങ്ങളും ക്ഷേത്രഭൂമിയും ഏകദേശം 90 വർഷങ്ങളോളം മറ്റ് സമുദായങ്ങളുടെ കൈകളിലായിരുന്നു. പിന്നീട് അത് മറ്റൊരാൾക്ക് കൈമാറുകയും ക്ഷേത്രഭൂമി ആയതുകൊണ്ട് കോടതി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതാണ് ആറാട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള കുളട്ട. ഇതിന് തൊട്ടടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അത്ഭുതക്കുളം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അത്ഭുതക്കുളങ്ങര എന്നുള്ള പേര് വന്നത്. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ഓടിപ്പോയി അതിന് മുകളിലൂടെ നടക്കൊന്നും വേണ്ട. അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോട് സംസാരിച്ച് വിവരങ്ങളൊക്കെ അറിയാം. അങ്ങനെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി ആ സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുമെന്ന സ്ഥിതി ആയിരുന്നുവെങ്കിലും വിശ്വാസികളുടെ പരിശ്രമ ഫലമായി ക്ഷേത്രഭൂമി അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. തുടർന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പുനർനിർമ്മിക്കുകയും കാരുമാത്ര വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. നരസിംഹമൂർത്തി, ശിവൻ എന്നീ ദേവകളെ തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഗണപതി, ദുർഗാദേവി, നാഗങ്ങൾ, ദമ്പതി രക്ഷസ് എന്നീ ഉപദേവതകളെയും ആരാധിച്ചു വരുന്നു. വിഷുനാൾ മുതൽ 7 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ക്ഷേത്ര നവീകരണ ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം, അവിടെ നടക്കൊരു അമ്പലം കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുന്ന ഒരു ചെറിയ മനോഹരമായ ഒരു അമ്പലം. അപ്പോൾ കാണാൻ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. അവിടെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ, ശ്രീ നരസിംഹമൂർത്തിയുടെ, ശ്രീ മഹാദേവൻ്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് തിരിച്ചു വരാം. ഇവിടെ അവിടുത്തെ വഴിപാട് കാര്യങ്ങളും അതുപോലെ നട തുറക്കുന്ന സമയങ്ങളൊക്കെ ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു അമ്പലത്തെക്കുറിച്ച് കേൾക്കുന്നതും ഈ അമ്പലം ഒന്ന് പോയി കാണുന്നതും. പേര് കേട്ടപ്പോൾ ഞാനും ആരും വിചാരിച്ചത് എന്താ ഇങ്ങനൊരു പേര്, അത്ഭുതക്കുളങ്ങര എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇല്ലാതെ അങ്ങനെ ഒരു പേര് വരില്ല എന്ന് എനിക്കറിയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവരിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ അവർ ഇതുപോലെ അതിൻ്റെ മുകളിലൂടെ ഉത്സവത്തിന് പോകുമ്പോൾ നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും അടുത്ത തവണ പോകുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോടൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും അതിന് മുകളിലൂടെ നടന്നിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. വിവരങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.